ടു ഇറ്റ്സ് സപ്പോർട്ട്. എങ്ങനെയുണ്ടാടാ? നല്ല അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ US എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാം അല്ലേ അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടി നന്നായിട്ട് പഠിക്കണം, ഇംഗ്ലീഷ് നമ്മൾ സെറ്റ് ആക്കിയിരിക്കണം എന്നുള്ള അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ട്? നമ്മൾ ഗ്രാമറൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു റീഡിങ് കോംപ്രഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ പോം തന്നാൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആൻസർ ഫൈൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നല്ല മക്കളെ, യെസ്, നോൺ വെർബിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ റെഡി അല്ലടാ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് നോൺ, എന്താണ് വെർബ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? വേണം. ഓക്കെ, സോ എടാ ഒരു സെന്റൻസ് ഉണ്ടാവുമല്ലോ, ഒരു വാചകം. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ, ഒരു വാചകം അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ എന്താണോ നമ്മൾ പറയുന്നത്, അപ്പൊ അതില് നാമം, നൗൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? നാമം എന്നാണ് പറയാ. അതായത് ആ വാചകത്തില് ആരെ പറ്റിയിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ അല്ലെ ക്രിയ ചെയ്യുന്ന ആൾ ആരാണോ ആ സബ്ജക്റ്റിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയാ? നൗൺ എന്ന് പറയാം. ദെൻ ഇവിടെ നോക്ക്, ഇവിടെ ഡോഗ് എന്ന് കാണുന്നില്ലേ? ഡോഗ്, ഡോഗ് എന്താണ്? ഒരു പേരാണ്, നാമമാണ് അല്ലേ? നാമമാണ്. സോ അതാണ് നൗൺ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ നോക്ക്, വേർബ്, വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ഓക്കെ, ക്രിയക്കാണ് നമ്മൾ എന്ത് പറയാടാ? വേർബ് എന്ന് പറയാം. അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും, ആ വാചകത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ പ്രവൃത്തി, ആ ക്രിയ എന്താണോ അല്ലേ, അതാണ് വേർബ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നോക്ക്, നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? റൺ, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓടാണ്. ഓടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തിയാണ് എന്നുള്ള അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നോൺ, എന്താണ് വേർബ് എന്നുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്ക്, ഡെഫിനിഷൻ ഒന്ന് നോക്കടാ. നൗൺ എന്ന് പറഞ്ഞാൽ എ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഐഡന്റിഫൈസ് എ പേഴ്സൺ, പ്ലേസ്, ഐഡിയ ഓർ തിങ്. അതായത് ആ വേർഡിൽ അല്ലെ, ആ വാക്ക് എന്തിനായിരിക്കും നമുക്ക് മുന്നിൽ കാണിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സ്ഥലം, പ്ലേസ്, അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, നൗൺ എന്ന് പറഞ്ഞാൽ അല്ലെ അതെന്തിനായിരിക്കും റെഫർ ചെയ്യുന്നത്, എന്തിനായിരിക്കും അത് കാണിക്കുന്നത് എന്നുള്ളതാണോ? ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു പ്ലേസ്, അല്ലെങ്കിൽ ഒരു തിങ്, ഇതിനൊക്കെ ഏതുണ്ടെങ്കിൽ പേരുകളായിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയയാണ്. സോ നോക്ക്, എ വേർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആക്ഷൻ അല്ലെ. പ്രവൃത്തി എന്താണോ, അവിടുത്തെ ആക്ഷൻ എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? അവിടുത്തെ വേർബ് എന്ന് പറഞ്ഞാലോ. നോക്ക്, an occurrence അല്ലെങ്കിൽ or a state of being അല്ലെ. അപ്പൊ ഏത് സ്റ്റേറ്റിലാണോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ടാവും. സോ അതാണ് അവിടുത്തെ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കാം. ഇനി നോക്ക്, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്ക്, രമ്യ സ്മൈൽസ്. രമ്യ എന്താ ചെയ്യുന്നത്? സ്മൈൽ ചെയ്യുന്നു എന്നുള്ള അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഈ സെന്റൻസിൽ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? രമ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം രമ്യാണ് എന്ത്? നമ്മുടെ നൗൺ എന്ന് പറഞ്ഞാല് അല്ലെ. ഇവിടുത്തെ നാമ എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റും ആരാണ്? രമ്യാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ നൗൺ ആണ്. എന്നാൽ അടുത്ത നോക്ക്, അടുത്തത് എന്താ? രമ്യ എന്താ ചെയ്യുന്നേ? എന്താണ് അവിടുത്തെ ആക്ഷൻ? എന്താ? രമ്യ സ്മൈൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതാണ് അവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാലോ. സോ രമ്യ സ്മൈൽ ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്? ഇവിടുത്തെ വേർബ് ആണെടാ അല്ലേ. സോ അടുത്ത നോക്ക്, ഗാഡ് ഈസ് എവ്രിവെയർ. ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഗോഡിനെ പറ്റിയിട്ടാണ്. സോ ഇവിടെ അല്ലേ ഈ സെന്റൻസിൽ നമ്മൾ ഗോഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോഡ് എന്താണ്? ഇവിടുത്തെ നൗൺ ആണ് എന്നാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എവിടുന്നാണ് റൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്? ഈസ്റ്റിലാണ് എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആരെ പറ്റിയിട്ടാണ്? ഈ സണ്ണിനെ പറ്റിയിട്ടാണ് എന്നുള്ള അല്ലേ. ഓക്കെ, അപ്പൊ സണ്ണാണ് ഇവിടുത്തെ നമ്മുടെ നൗൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ ഐഡന്റിഫൈ ചെയ്യുക? You can identify the noun. Noun നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ. ഓക്കെ അല്ലേ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രെഡിക്കേറ്റിനെ പറ്റിയിട്ടാണ് എന്നുള്ള. ഓക്കെ, സോ നോക്ക്, ഇവിടെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ജോൺ ഈസ് ഗോയിങ് ടു സ്കൂൾ. ജോൺ എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത് അല്ലെ. ജോൺ ഈസ് ഗോയിങ് ടു സ്കൂൾ. സോ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ആരാണ്? ആരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? അബൌട്ട് ജോൺ, ജോണിനെ പറ്റിയിട്ടാണ്. സോ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജോൺ ആണ് അല്ലെ. ജോൺ ആണ് നമ്മുടെ സബ്ജക്റ്റ്. എന്നാൽ ആ സബ്ജക്റ്റ് അല്ലേ എന്താ ചെയ്യുന്നതെന്ന് ആരാ പറയുന്നത്? അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ. സോ ജോൺ എന്താ ചെയ്യുന്നത്? ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നുള്ളതാണ് അല്ലെ. ജോൺ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ കറക്റ്റ് എന്താണ്
സബ്ജക്റ്റിന്റെ റിയാക്ഷൻ അത് ഇവിടെ പറയുന്നുണ്ട് എന്നല്ല. ഓക്കെ, സോ നോക്ക്, അടുത്തത് നോക്ക്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, സബ്ജക്റ്റും അതേപോലെ തന്നെ പ്രെഡിക്കേറ്റും. സോ ഹി അല്ലെ, ഹി എന്ന് പറയുമ്പോൾ എന്താണ്, അവൻ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ആരാണ് അത്, സബ്ജക്റ്റ് ആണ്. എന്നാൽ അവൻ എന്താ ചെയ്യുന്നത്, ഹി ഈറ്റ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്, പ്രെഡിക്കേറ്റ് ആണ്. എന്നാൽ ദേ ടോക്ക് എന്നുള്ളതല്ലോ, ദേ ആണ് ഇതിലെ സബ്ജക്റ്റ്, ടോക്ക് എന്നുള്ളത് എന്താണ് അവിടെ പ്രെഡിക്കേറ്റ് ആണ്. ദെൻ വി പ്ലേ എന്ന് പറയുമ്പോൾ വി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഇവിടുത്തെ കർത്താവ് ആരാണ്, വി ആണ്. സോ വി എന്താണ് ചെയ്യുന്നതാ, പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ, കളിക്കുന്നുണ്ട് എന്നുള്ള, വി പ്ലേ എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യുക, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്താ, പ്രെഡിക്കേറ്റ് എന്താ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കർത്താവിനെ നമ്മൾ നോക്കിയിട്ട് അതിന്റെ ക്രിയ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ട്, വി ഹാവ് ടു ഫോളോ സം റൂൾസ്. നമുക്ക് കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ നോക്ക്, ഇവിടെ നോക്ക് കേട്ടോ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, യു ക്യാൻ സീ എ കാറ്റ് അല്ലെ, ഒരു കാറ്റിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എത്ര കാറ്റുള്ളത്, ഒരു കാറ്റേ ഉള്ളൂ അല്ലെ, ഒരു കാറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നോക്ക്, ദ കാറ്റ് അല്ലെ, കാറ്റ് എന്താ ചെയ്യുന്നത്, കാറ്റ് കളിക്കുന്നുണ്ട് അല്ലെ, ഫുട്ബോൾ വെച്ചിട്ട് കളിക്കുന്നുണ്ട്. സോ പ്ലേസ് വിത്ത് ദ ബോൾ എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ നമ്മുടെ കാറ്റ് ആരാണ്, സബ്ജക്റ്റ് ആണ്. അതെന്താ, സിംഗുലർ ആണ്, ഏകവചന, ഒരു കാറ്റല്ലേ ഉള്ളൂ, ഒരുപാട് കാറ്റ് ഉണ്ടാവും, നോ, ഒരു കാറ്റേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ മക്കളെ ഇവിടുത്തെ വേർബ് അഥവാ ഇവിടുത്തെ ക്രിയ പ്ലേ എന്ന് പറയുന്ന അല്ലെ, പ്ലേ എന്ന് പറയുന്ന ആ വേർബിന് നമ്മൾ എന്തിട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എസ് ഇട്ട് കൊടുത്തു. ഓക്കെ, എസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദ കാറ്റ് പ്ലേസ് വിത്ത് ദ ബോൾ എന്നാ പറഞ്ഞല്ലേ, ഈ ബോളുമായിട്ട് ഈ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാ ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, യു ക്യാൻ സീ 2 cats here അല്ലെ. ഇവിടെ നമുക്ക് 2 കാറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒന്നല്ല രണ്ടെണ്ണാണ്. സോ അതുകൊണ്ട് തന്നെ അതെന്താടാ, ബഹുവചനാണ് അല്ലെ, ബഹുവചനാണ്, ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നല്ല. സോ നോക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്, ദ കാറ്റ്സ് എന്നാ പറഞ്ഞത്, ദ കാറ്റ് അല്ല, ദ കാറ്റ്സ്, രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൂരൽ ആണ്. ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണടാ, പ്ലൂരൽ ആണല്ലോ, പ്ലൂരൽ ആണ്. എന്നാൽ പ്ലൂരൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അഥവാ ഇവിടെ കർത്താവ് ബഹുവചനാണ് എന്നുണ്ടെങ്കിൽ ക്രിയ വേർബ് അല്ലെ, വേർബിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യണേ, എസ് ഫോം കൊടുക്കണോ, എസ് കൊടുക്കണോ. ഇവിടെ നമ്മൾ പ്ലാക്ക് എന്തിട്ടിട്ടുണ്ട്, എസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ആ വേർബ് നമ്മൾ അങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, സോ പ്ലേ എന്നുള്ളത് പ്ലേ തന്നെയാണ് കൊടുത്തത്, അവിടെ നമ്മൾ എസ് ഒന്നും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല. ഓക്കെ, സോ നോക്ക്, ദ കാറ്റ്സ് പ്ലേ വിത്ത് ദ ബോൾ എന്നാ പറഞ്ഞ അല്ലെ. അപ്പൊ ഇതിന്റെ റൂൾ മനസ്സിലായല്ലോ, സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേർബിന്റെ കൂടെ ക്രിയയുടെ കൂടെ നമ്മൾ എസ്ഒ ഇഎസ്ഒ ഐഎസ്ഒ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്നാ സബ്ജക്റ്റ് നമ്മുടെ കർത്താവ് അത് ബഹുവചനാണ്, പ്ലൂരൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേർബിന്റെ അല്ലെ, അതെങ്ങനെയാണോ അതിന്റെ റൂട്ട് ഫോം അതേപോലെ തന്നെ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ മക്കളെ, ഇത് നമ്മൾ ഇനി തെറ്റിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ നോക്ക്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, സെന്റൻസ് എന്താ, ദ ബോയ് പ്ലേസ് എന്നുള്ള. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാണ്, നമ്മുടെ നൗൺ ആരാണ്, ദ ബോയ് ആണ് അല്ലെ, ബോയ് ആണ്. സോ ബോയ് എന്താ ചെയ്യുന്നത്, പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ബോയ് എന്താണ്, ഇത് സിംഗുലർ ആണ് അല്ലെ, ഒരാളെ ഉള്ളൂ, ഒരു ആൺകുട്ടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു, പ്ലേന്റെ കൂടെ എസ് കൊടുത്തു ഇല്ലേ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ദ ബോയ്സ് ഒന്നിലധികം ഉണ്ട് അല്ലെ, ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ പറഞ്ഞത്, പ്ലൂരൽ ആണ്, ബഹുവചനാണ്. സോ അതുകൊണ്ട് തന്നെ പ്ലേ എന്താ ചെയ്തത്, അതേപോലെ കൊടുത്തു അല്ലെ, വേർബിന് നമ്മൾ എസ് ഒന്നിട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല. മനസ്സിലായല്ലോ. സോ നോക്ക്, ഇവിടെ കുറച്ചും കൂടി എക്സാമ്പിൾസ്. ദ ബോയ് വർക്ക്സ് ഹാർഡ് എന്നാ പറഞ്ഞ അല്ലെ, ബോയ് സിംഗുലർ ആണ്. സോ അതുകൊണ്ട് തന്നെ വർക്ക്സ് ഹാർഡ്, ഇവിടെ എന്താണ്, വർക്കിന്റെ കൂടെ നമ്മൾ എസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്നാൽ അത് പ്ലൂരൽ ആണെങ്കിലോ, നമ്മുടെ സബ്ജക്റ്റ് കർത്താവ് പ്ലൂരൽ ആണെങ്കിലോ, ദ ബോയ്സ് ആണെങ്കിലോ നമ്മൾ എന്താ കൊടുത്ത്, വർക്ക് ഹാർഡ് എന്നാ കൊടുത്ത് അല്ലെ, കണ്ടില്ലേ. സോ ഇനി എടുത്തു നോക്ക്, ഹി ഗോസ് ടു സ്കൂൾ, അവന് അല്ലെ സ്കൂളിൽ പോകുന്നു എന്നുള്ളതാണ്, ഹി ഗോസ് ടു സ്കൂൾ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഗോന്റെ കൂടെ ഇ എസ് ആണ് നമ്മൾ ആഡ് ചെയ്തത്, വേർബിന്റെ കൂടെ ഇ എസ് നമ്മൾ ആഡ് ചെയ്തു, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്. എന്നാൽ ഇവിടെ നോക്ക്, ഹി മാറ്റിയിട്ട് നമ്മൾ ദേ എന്ന് കൊടുക്കാം. അപ്പൊ ദേ ഗോസ് ടു സ്കൂൾ എന്ന് പറയോ, വേണ്ട, എന്താണോ വേർബ് അല്ലെ അതിന്റെ അതേപോലെ തന്നെ റൂട്ട് ഫോം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, സോ നോക്ക്, ദേ ഗോ ടു സ്കൂൾ. നെക്സ്റ്റ് നോക്ക്, തേർഡ് വൺ എന്താ, ജോൺ പ്ലേസ് ടെന്നീസ്. ജോൺ എന്താ കളിക്കുന്നത്, ടെന്നീസ് അല്ലെ. അപ്പൊ ജോൺ സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേർബിന്റെ കൂടെ പ്ലേന്റെ കൂടെ നമ്മൾ എസ് കൊടുത്തു. എന്നാൽ ഇവിടെ നോക്ക്, ജോൺ മാത്രല്ല ആസിഫും കളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പ്ലേസ് ആണ് വരിക, നോ പ്ലേ അല്ലെ, പ്ലേ വന്നു. ദെൻ ഓക്കെ, ബാക്കി അതേപോലെ തന്നെ അല്ലെ. ദെൻ നെക്സ്റ്റ്, ദ ചൈൽഡ് ക്രൈസ്, കുട്ടി എന്താണ്, കരയുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കുട്ടിയേ ഉള്ളൂ, ദ ചൈൽഡും ചിൽഡ്രൻ എന്ന് മാറി പോകരുത് കേട്ടോ.
ഓക്കെ, ദ ചൈൽഡ് ക്രൈസ് എന്നുള്ള. എന്നാൽ കുറെ കുട്ടികളുണ്ട്, ഒന്നിലധികം കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നോക്ക്, ദ ചിൽഡ്രൻ, ചൈൽഡ് എന്തായി, ചിൽഡ്രൻ ആണല്ലോ ആവുക, പ്ലൂരൽ. ഓക്കെ, സോ ക്രൈസ് എന്നുള്ളത്, പിന്നെ നമ്മൾ ഈ IES ഒക്കെ വേണം അവിടെ, വേണ്ട. ഈ ക്രൈസിന്റെ റൂട്ട് ഫോം എന്താ ശരിക്കും, ക്രൈ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നേരെ അത് അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർബിന് മാറ്റണം അല്ലെ. അതേപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലും നമ്മൾ വേർബ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഫ്രം ദീസ് അല്ലെ, ഇതൊക്കെ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താടാ, സിംഗുലർ സബ്ജക്റ്റ് ആണ്, നമ്മുടെ കർത്താവ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ വേർബിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എസ് അല്ലെങ്കിൽ അല്ലെ ES അല്ലെങ്കിൽ IES, ഇതിൽ ഏതാണ് അവിടെ മാച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ശരിക്കും ഏതാണ് വരിക, അത് നമ്മൾ അവിടെ കൊടുക്കണം. എന്നാൽ പ്ലൂരൽ ആണെങ്കിലോ, ബഹുവചനാണെങ്കിലോ എന്താ ചെയ്യേണ്ടത്, ആ വേർബ് അല്ലെ എങ്ങനെയാണോ അതിന്റെ റൂട്ട് വേർബ് അത് അതേപോലെ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ ഇതെന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ, നോട്ട് ചെയ്തോളൂ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത് നോക്കും. ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, 2 dogsനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. എന്നാൽ ഇവിടെ എന്താണ്, 1 dogേ ഉള്ളൂ, ഒരു ഡോഗേ ഉള്ളൂ അല്ലേ, ഒരു ഡോഗേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എവിടെ ഇരിക്കുന്നത്, ഗ്രാസിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ നോക്കേ, എങ്ങനെയാ നമ്മൾ പറയാം, 2 dogs are sitting on the grass. അപ്പൊ 2 dogs ആണ്, അപ്പൊ 2 dogs is sitting on the grass എന്ന് പറയോ. ഈസ് എപ്പോഴാടാ കൊടുക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഈസ് കൊടുക്കേണ്ടത്. ഇവിടെ സിംഗുലർ ആണോ, നോ, പ്ലൂരൽ ആണ്, 2 dogs ഉണ്ട്. സോ നമ്മൾ എന്താ അപ്പൊ കൊടുക്കേണ്ടത്, ആറാണ് കേട്ടോ, ആറാണ്. 2 dogs are sitting on the grass എന്നുള്ള. എന്നാൽ ഇവിടെ ഒരു ഡോഗേ ഉള്ളൂ, അപ്പൊ 1 dog are sitting on the grass എന്ന് വരുമോ, നോ, വരില്ല അല്ലേ. അപ്പൊ നോക്ക്, 1 dog is sitting on the grass എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ വേർബ് എന്താണ്, സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ നോക്ക്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാടാ, ഈസ് നമ്മൾ എപ്പോഴാ കൊടുക്കുക, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ അല്ലേ ആരാണോ അവിടെ നമ്മുടെ കർത്താവ് ആള് സിംഗുലർ ആണെങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മൾ ഈസ് കൊടുക്കുക. ദെൻ ആറെപ്പോഴാ കൊടുക്കണ്ടേ, പ്ലൂരൽ ആണെങ്കിൽ, ബഹുവചനാണെങ്കിൽ ആണ് എന്നുള്ളതാണ്. ദെൻ വാസ് എപ്പോഴാണ് കൊടുക്കുക, വാസ് എന്ന് പറയുമ്പോൾ എന്താ, ഈസിന്റെ പാസ്റ്റ് ആണല്ലേ, ഈസ് ആണല്ലോ വാസാവടാ അല്ലേ. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ് എപ്പോഴാ കൊടുക്കുക, സിംഗുലർ ആണെങ്കിൽ, അപ്പൊ വാസ് എപ്പോഴാ കൊടുക്കുക, സിംഗുലർ ആണെങ്കിലാണ്. എന്നാൽ വേറെ എപ്പോഴാ കൊടുക്കുക, പ്ലൂരൽ ആണെങ്കിൽ, അഥവാ ആറാണല്ലോ അല്ലേ, ആറാണ് എന്താവുന്നത്, വേറാവുന്നേ അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, പ്ലൂരലിന്റെ കൂടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ ഹാസ് നമ്മൾ എപ്പോഴാ കൊടുക്കേണ്ടത്, സിംഗുലറിന്റെ കൂടെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നോക്ക്, ഇങ്ങനെ പറയാം, ഷീ ഹാസ് എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഹി ഹാസ് എന്നൊക്കെ പറയാം. ഓക്കെ, എന്നാൽ നമ്മൾ ഒരിക്കലും ദേ ഹാസ് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, പറയൂല. അതെന്താ, അത് തെറ്റാ അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ, പ്ലൂരൽ ബഹുവചനല്ലേ. എന്നാൽ നോക്ക്, എപ്പോഴാ ഹാവ് കൊടുക്കുക, പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ. സോ നോക്ക്, ദേ ആണെങ്കിൽ എന്താ പറയാ, ദേ ഹാവ് അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയാ, നമുക്ക് വി ഹാവ് എന്ന് പറയാം അല്ലെ, വി ഹാവ്. ഇതൊക്കെ എന്താണ്, പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ ഹാവ് കൊടുത്തേ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ പക്ഷെ കുറച്ച് എക്സെപ്ഷൻ കേസുകൾ ഉണ്ട്, അഥവാ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ അല്ലെ. അയ്യോ ദേവി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, ശരിക്കും ഇല്ലേ, ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിൽ കൂടുതലൊന്നും ഇല്ല, പക്ഷേ എൻ്റെ കൂടെ ഒരിക്കലും ഹാസ് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ യു എന്ന് പറയുമ്പോൾ അല്ലെ, നീ എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ നീ യു ഹാസ് എന്ന് നമ്മൾ പറയാൻ വേണ്ടി പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്കാണ് നമ്മൾ വരുന്നത്. സോ ഇതും കൂടി നോക്ക്, ഈ എക്സാമ്പിളും കൂടി നോക്ക് കേട്ടോ. സോ നോക്ക്, ചൈൽഡ് ഈസ് പ്ലേയിങ്, ചൈൽഡ് ഒരു കുട്ടിയാണ് അല്ലെ, അപ്പൊ എന്താ നമ്മൾ കൊടുത്തത്, ഈസ് ആണ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ചിൽഡ്രൻ കുട്ടികളുണ്ട്, അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നത്, കളിക്കുന്നു അല്ലേ, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആറാണ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഹി ഹാസ് ജസ്റ്റ് ഗോൺ, ഹി ആണ് അല്ലെ, ഹി എന്താ, സിംഗുലർ അല്ലടാ, സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ കൊടുത്തത്, ഹാസ് ആണ്, ഹി ഹാവ് അല്ല. then ഇവിടെ നോക്ക്, ദേ പ്ലൂരൽ ആണ് അല്ലെ, അവര് എന്നുള്ളതാണ്. സോ ദേ ഹാവ് ജസ്റ്റ് ഗോൺ. then ഇവിടെ എന്താ, ഹി വാസ് റീഡിങ്, ഹീന്റെ കൂടെ വാസ് ആണ്, വേറല്ല, ഹി വാസ് റീഡിങ് എന്നാണ് കൊടുത്തത്, ഹി സിംഗുലർ ആയതുകൊണ്ട്. then ബോയ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണല്ലേ, ബോയ് അല്ല ബോയ്സ് ആണ്. സോ ബോയ്സ് were reading എന്നാണ് നമ്മൾ അവിടെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ റൂൾസ് എന്താ പറയുന്നത് നോക്ക്, ഐന്റെ കൂടെ അല്ലെ, ശരിക്കും എന്താണ്, ശരിക്കും സിംഗുലർ ആണ്, പക്ഷേ അല്ലെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഐന്റെ കൂടെ നമ്മൾ വേർബ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ എസ് കൊടുക്കണോ, വേണ്ട. നമ്മൾ എങ്ങനെയാണോ അല്ലെ പ്ലൂരലിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. then യുവിന്റെ കൂടെ ആണെങ്കിലും എന്താണ്, യു ശരിക്കും എന്താണ്, ഒരു പ്ലൂരൽ വേർബ് ആണ് അല്ലെ, പ്ലൂരൽ വേർബ് ആണ് ശരിക്കും യു എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണ്ട, യു എന്നുള്ള കൂടെ നമ്മൾ എന്താണ്, യെസ്
എസ് ഫോം കൊടുക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഹീയും ഷീയും ഇറ്റൊക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയണ്ടേ? ഇപ്പൊ നമ്മളിങ്ങനെ പറയും ഷീ സിങ്സ് എന്ന് പറയും അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഹീ ആണെങ്കിലും എന്ത് പറയാം? ഹീ സിങ്സ് എന്ന് പറയാം അല്ലെ? ദെൻ ഇപ്പൊ ഇറ്റിന്റെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? എസ് ഫോം നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് വേർബിന്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഹീയും ഷീയും ഇറ്റൊക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? വേർബിന്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് കൊടുക്കേണ്ടേ എന്നുള്ള. ഓക്കെ, ദെൻ വി എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂരൽ ആണല്ലേ? പ്ലൂരൽ വേർബ് ആണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടേ എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെയും നമ്മൾ എസ് കൊടുക്കണ്ട. ദെൻ യുവിന്റെ കൂടി നമ്മൾ എന്തുണ്ട? എസ് കൊടുക്കണ്ട. അപ്പോൾ യു എന്ന് പറയുമ്പോൾ അല്ലേ, നീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് യു എന്ന് പൊതുവെ നമ്മൾ ഒരാളെ നമ്മൾ പറയും, അല്ലെങ്കിൽ എന്താണ് ബഹുവചനമായിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ യു ആർ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാളെ പറ്റിയിട്ടായിരിക്കും പറയാം, പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അവിടെയും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യു എൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് കേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വേർബിന്റെ കൂടെ നമ്മൾ എസ് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നല്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഇനിയിപ്പോൾ ദേ ആണെങ്കിലോ, ദേ എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ് അല്ലേ? അപ്പം അതുകൊണ്ട് നോക്ക്, പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ വേർബിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണ്ട? എസ് അല്ലേ? നോ എസ് എന്താ പറഞ്ഞത്? എസ് ഒന്നും കൊടുക്കണ്ട എന്നല്ല. ഓക്കെ, അപ്പോൾ ഈ റൂള് നമ്മുടെ മനസ്സിൽ വേണം. സോ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എക്സെപ്ഷൻ കേസ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ നോക്ക്, ഐ യു വി ദേ അല്ലേ? ഇതിൽ ഏതാണ് എന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ ഇതൊക്കെ എന്താണ്? അതിന് കൂടെ പ്ലൂരൽ വേർബ് ഫോം ആണ്. സോ നോക്ക്, ഐ വർക്ക്സ് എന്ന് പറയില്ല അല്ലേ? ദെൻ സി, പ്ലേ, ലൈക്ക്, സ്റ്റഡി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്ലൂരൽ വേർബ് ഫോം ആണല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെയാണ് വരിക. എന്നാൽ ഹീയും ഷീയും ഇറ്റൊക്കെ ആണെങ്കിലോടാ, ഹീ അവൻ അല്ലെ, അവൾ, അത്, ഹിറ്റ് എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സിംഗുലർ വേർബാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ വർക്കിന്റെ കൂടെ എസ് കൊടുക്കുക, സീന്റെ കൂടെ അല്ലെ സീസ്, പ്ലേസ്, ലൈക്സ്, സ്റ്റഡീസ് അല്ലെ, ഇവിടൊക്കെ എന്താണ്? IES നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ഹീ സ്റ്റഡി എന്നാണ് വരിക, ഹീ സ്റ്റഡീസ്, ഷീ സ്റ്റഡീസ്, അങ്ങനെയാണ് വരിക എന്നല്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഐ ഗോ, ഐ റീഡ്, യു വാക്ക്, യു വർക്ക് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? വേർബിന് കൂടെ നമ്മൾ എസ് ഇ എസ് ഒക്കെ കൊടുത്തോ? ഇല്ല അല്ലെ? ഓക്കെ, സോ നോക്ക്, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലെറ്റ്സ് ആൻഡ് ലെറ്റ് അസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ, സോ നോക്കടാ, ലെറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ലെ, ലെറ്റിന്റെ കൂടെ ഒരു അല്ലെ, നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ട? ഒരു അപ്പോസ്ട്രോഫി കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ശരിക്കും എന്നുള്ള അല്ലെ, ലെറ്റ് അസ് എന്നുള്ളതിന്റെ കോൺട്രാക്ടർ ആയിട്ടുള്ള ഫോമാ. മീൻസ് അത് അല്ലെ, ലെറ്റസ് എന്നുള്ളതിന് ഷോർട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളത് എന്നുള്ള കേട്ടോ. ലെറ്റ്സ് എന്ന് നമ്മൾ എഴുതും. സോ നോക്ക്, നമ്മൾ അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക? നോക്ക്, ടു മേക്ക് സജഷൻസ് അബൌട്ട് വാട്ട് വി ആൻഡ് someone should do. For example, let's go for a movie. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിനിമക്ക് പോകാം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറയാടോ ഒരാളോട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ ലെറ്റ് ആസ് എന്നുള്ള ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ലെറ്റ്സ് എന്നാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്ക്, ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെയും പറയാം? ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അല്ലെ, ഒരു നല്ല പൊളൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് വേറൊരാളോട് പറയുകയാണെന്ന് വിചാരിച്ചു. എന്ത് വാട്ട് ടു ഡു, എന്താ ചെയ്യേണ്ടി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കും, ലെറ്റ്സ് ഓൾ റിമെമ്പർ ടു ബ്രിങ് അവർ ജാക്കറ്റ്സ് ഡ്യൂ ടു കോൾഡ് ഇൻസൈഡ്. എന്താ പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും അല്ലെ ജസ്റ്റ് ഒന്ന് എന്താണ് ഓർക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. എന്തിന്? ടു ബ്രിങ് അവർ ജാക്കറ്റ്സ്, നമ്മുടെ ജാക്കറ്റ്സ് ഒക്കെ അല്ലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഡ്യൂ ടു കോൾഡ് ഔട്ട് സൈഡ്, ഭയങ്കര കോൾഡ് ആണ് പുറത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാക്കറ്റ് എടുക്കാൻ ആരും മറക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഓർക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? ഒരു പൊളൈറ്റ് ആയിട്ട് ജസ്റ്റ് പറയാം. അതായത് എല്ലാവരും കൊണ്ടുവരണം എന്നുള്ള രീതിയിലല്ല, ലെറ്റ്സ് എന്ന് യൂസ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി എന്തായി? ഒന്ന് പൊളൈറ്റ് ആയിട്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള. സോ ഇവിടെ നോക്കണം, ഇവിടെ നോക്ക്, ലെറ്റ് അസ് എന്നുള്ള അല്ലെ, ഇത് ഇവിടെ നമ്മൾ ലെറ്റ്സിന്റെയും ലെറ്റസിന്റെയും ഡിഫറൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് അസ് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? ഇറ്റ്സ് എ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് വെർബ് ലെറ്റ്, വിച്ച് മീൻസ് ടു അലോ or give permission. അതായത് എന്തെങ്കിലും ഒന്ന് അനുവദിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ പെർമിഷൻ ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് അസ് യൂസ് ചെയ്യാം. സോ ഇവിടെ ലെറ്റ് അസ് എപ്പോഴാണ് കൊടുക്കുന്നത് അല്ലെ? ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഒരു വേർബാണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് അസ് കൊടുക്കാം. സോ നോക്ക്, ദേ ലെറ്റ് അസ് ഗോ ഫോർ എ ഫിലിം അല്ലെ. അവരെന്താണ്? അനുവദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ദേ ലെറ്റ് അസ് ഗോ ഫോർ എ ഫിലിം എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി അടുത്തത് പറയുന്നത് ഈ നൗണിൽ, നാമത്തിൽ തന്നെ എങ്ങനെയുണ്ട്? കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട് എന്നുള്ള, അഥവാ എണ്ണാൻ കഴിയാത്തതുമായിട്ടുള്ള അല്ലെ. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്, നമുക്ക് ഇങ്ങനെ എണ്ണാം 1 2 3 എന്ന് പറഞ്ഞിട്ട്. അല്ല, അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എണ്ണാൻ പറ്റാത്ത നൗൺസ് ഉണ്ട്, നാമങ്ങൾ ഉണ്ട് എന്നുള്ള. അതെന്താണ് എന്നുള്ള അല്ലെ. അപ്പൊ 2 ടൈപ്പ് നൗൺസ് ഉണ്ട്.
ഏതൊക്കെയാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ നോക്ക്, കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണല്ലോ. സോ വൺ ചെയർ ഒരു ചെയർ നമുക്ക് എണ്ണി കൂടെ ഇടാം. എത്ര ചെയർ ഉണ്ട് ഒരു ഹാളിൽ എന്നുള്ളത് നമുക്ക് എണ്ണാൻ പറ്റൂലേ? 1 2 3 അല്ലേ, 1 2 3 4 എന്ന് പറയുന്നത് നമുക്ക് എണ്ണാം. ദെൻ അതേപോലെ തന്നെ ബുക്സ് നമുക്ക് എണ്ണിക്കൂടെ, 2 ബുക്സ് നമുക്ക് എണ്ണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് എക്സാമ്പിൾ ആണ് എന്നുള്ള. ഓക്കെ, സോ ഈ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിനും എന്തുണ്ട്? 2 ഫോംസ് ഉണ്ട് എന്നുള്ള, സിംഗുലർ ആൻഡ് പ്ലൂറൽ, അഥവാ ഏകവചനം അതേപോലെ തന്നെ ബഹുവചനം ഉണ്ട് എന്നുള്ള. സോ നോക്ക് കേട്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കുക. ഹോസ് എന്ന് പറയുമ്പോൾ അല്ലെ കുതിര, അപ്പോൾ കുതിരകൾ എന്താണ് പ്ലൂറൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഹോസസ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ എന്താണ്? കൗണ്ടബിൾ അല്ലേ? രണ്ടും കൗണ്ടബിൾ അല്ലേ? പക്ഷെ കൗണ്ടബിളിന്റെ 2 ഫോമാണ്, സിംഗുലറും പ്ലൂറലും അല്ലേ? ദെൻ ചൈൽഡ് എന്നാൽ ചിൽഡ്രൻ അല്ലെ, അതതിന്റെ പ്ലൂറൽ ആണ്. ഫുഡ് ഫീറ്റ്, മാൻ മനുഷ്യൻ എന്താവും? മനുഷ്യന്മാർ എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യാ? മെൻ പ്ലൂറൽ ആണ് അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ 2 ഫോം എന്ന് പറഞ്ഞാൽ ഏകവചനം ബഹുവചനം. എന്നാൽ മക്കളെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് പ്രത്യേകിച്ച് അങ്ങനെ ഫോം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അഥവാ ഇവിടെ നോക്ക്, നൗൺസ് ദാറ്റ് കനോട്ട് ബി കൗണ്ടഡ് ആയിട്ടുള്ള അല്ലെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നാമങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള. സോ നോക്ക്, എക്സാമ്പിൾ നോക്ക്. വി കനോട്ട് കൗണ്ട് ഇങ്ക്. നമുക്ക് മഷിയൊക്കെ, 1 മഷി 2 മഷി 3 മഷി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലെ. 1 ഇങ്ക് 2 ഇങ്ക്സ് എന്നുള്ളതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. സോ അതേപോലെ തന്നെ നോക്ക്, ആൻ അൺകൗണ്ടബിൾ നൗൺ ഹാസ് ഓൺലി 1 ഫോം. അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന് ഒരൊറ്റ ഫോമേ ഉള്ളൂ, അതിന് സിംഗുലർ പ്ലൂറൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എയർ, മിൽക്ക്, വാട്ടർ, ഇതൊക്കെ എന്താണ്? അതിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ എയർ, 1 എയർ 2 എയർ എന്നൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാനുണ്ട് അവിടെ? ഇല്ല, നമുക്ക് എണ്ണാൻ പറ്റുമോ? മിൽക്ക്, 1 പാല് 2 പാല് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തിടും. പാക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, 1 പാക്ക് മിൽക്ക് അല്ലെങ്കിൽ 2 പാക്ക് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ പാലെടുത്തിട്ട് നമുക്ക് എണ്ണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. വാട്ടർ എടുത്തിട്ട് 1 വെള്ളം 2 വെള്ളം എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇല്ല, അതൊന്നും കൗണ്ടബിൾ ആയിട്ട് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ? അപ്പൊ അതിന് തന്നെ വാട്ടർ, വാട്ടേഴ്സ്, എയർ, എയേഴ്സ് അല്ലെങ്കിൽ മിൽക്ക്, മിൽക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പറയില്ല എന്നുള്ള. അപ്പൊ അതിനൊരൊറ്റ ഫോമേ ഉള്ളൂ എന്നുള്ള കേട്ടോ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കാം. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൗണിനെയും വെർബിനെയും പറ്റിയിട്ടാണല്ലേ. ഓക്കെ, നൗണ് എന്ന് പറയുമ്പോൾ അല്ലെ നാമാണ്, ദെൻ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയയാണ് അല്ലെ. അപ്പൊ ഇതിനെ രണ്ടിനെയും പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് സബ്ജക്ട് എങ്ങനെ അല്ലെ, സിംഗുലർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെർബിനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ഒന്ന് ചെയ്തുകൂടെ? സോ നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് സെന്റൻസ് ഈസ് കറക്റ്റ് അല്ലെ. താഴെ 2 സെന്റൻസ് ഉണ്ട്. ഷീ ലൈക്ക് ഐസ്ക്രീം, ഹി ലൈക്സ് ഐസ്ക്രീം. ഇതിലേതോ ഒന്നേ ശരിയുള്ളൂ, അതേതാ എന്നുള്ളത്. അടുത്ത് നോക്ക്, ക്വസ്റ്റ്യൻ 2 എന്താ? കംപ്ലീറ്റ് ദി സെന്റൻസ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർബ്. യോജിച്ചിട്ടുള്ള വേർബ് യൂസ് ചെയ്തിട്ട് ഈ സെന്റൻസ് അങ്ങോട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നല്ല. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? മൈ ഡോഗ് ഡാഷ് ഇൻ ദ ബാക്ക് യാർഡ് എവറി ഡേ എന്നുള്ള അല്ലെ. മൈ ഡോഗ് ഡാഷ് ഇൻ ദ ബാക്ക് യാർഡ് എവറി ഡേ. എന്റെ ഡോഗ് എന്നും എന്തോന്ന് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്ലേ ആണോ, പ്ലേയിങ് ആണോ, പ്ലേസ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ കണ്ടുപിടിക്കണം. സോ അടുത്ത് നോക്ക്, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ദിസ് സിങ്സ് ബ്യൂട്ടിഫുള്ളി, ദിസ് സിങ് ബ്യൂട്ടിഫുള്ളി, ഇതിലേതാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കമന്റ് ബിലോ അല്ലേ. നിങ്ങൾ എന്തായാലും അത് എന്ത് ചെയ്യണം? താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ഇതിന്റെ റൈറ്റ് ആൻസേഴ്സ് നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. സോ വീഡിയോ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായി മിസ് വീണ്ടും വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സെറ്റ് ആക്കണമെന്നുള്ള. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.